നോബൽ മാരിക്കാരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ മാരിക്കാരൻ, ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ച ഇൻഫോർമലാണ്, അനൌദ്യോഗികമാണ് എന്ന് ധനമന്ത്രിയുടെ മന്ത്രാലയവും PRDയും അത് വിശേഷിപ്പിക്കുമ്പോഴും കേരളത്തിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക വിഷയങ്ങളടക്കം ചർച്ചയായി എന്നാണ് നമ്മൾ കരുതുന്നത്. പ്രതിപക്ഷം അതിനെ വിമർശിക്കുമ്പോഴും ഊഷ്മളമായ ചർച്ചയെന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിക്കുന്നത്. എന്തെല്ലാം ചർച്ചയായി, എന്തെല്ലാം ചർച്ചയായില്ല? അരുൺ, കേരളവും കേന്ദ്രവും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളിൽ വലിയ തർക്കങ്ങൾ നിൽക്കുന്ന ഒരു സമയത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തിയത്. അപൂർവങ്ങളിൽ അപൂർവമായ കൂടിക്കാഴ്ചയാണ് ഇന്ന് ഉണ്ടായത് എന്ന് വേണം പറയാൻ. സാധാരണഗതിയിൽ കേന്ദ്ര ധനമന്ത്രിമാരെ മുഖ്യമന്ത്രിമാർ ധനമന്ത്രാലയത്തിൽ എത്തി കൂടിക്കാഴ്ച നടത്തുന്ന പതിവുണ്ട്, അല്ലെങ്കിൽ ധനമന്ത്രിയുടെ വസതിയിൽ എത്തി കൂടിക്കാഴ്ച നടത്തുന്ന പതിവുണ്ട്. പക്ഷേ ഇത്തവണ ധനമന്ത്രിയെ മുഖ്യമന്ത്രി കേരള ഹൌസിലേക്ക് പ്രഭാത ഭക്ഷണത്തിൽ വിളിക്കുകയും ധനമന്ത്രി വരികയുമാണ് ചെയ്തത്. വളരെ പോസിറ്റീവായ ഒരു കൂടിക്കാഴ്ചയാണ് ഉണ്ടായത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് നിൽക്കുന്ന പുസ്തകങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തത്. കേരളത്തിൽ നിരവധി ആവശ്യങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി ധനമന്ത്രിക്ക് മുന്നിൽ വെച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വയനാടുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. വയനാട് പുനരധിവാസത്തിന് പണം അനുവദിക്കണം എന്നും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് അനുവദിച്ചിരിക്കുന്ന വായ്പയുടെ ചിലവഴിക്കൽ കാലാവധി നീട്ടി നൽകണം എന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം GST വീതം, ഒപ്പം എയിംസ്, വിഴിഞ്ഞം തുറമുഖം അടക്കമുള്ള വിഷയങ്ങളൊക്കെ ധനമന്ത്രിക്ക് മുന്നിൽ മുഖ്യമന്ത്രി ഇന്ന് അവതരിപ്പിച്ചു. ഇതിലൊക്കെ ഒരു അനുകൂല തീരുമാനം ഉണ്ടാവണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയും ചെയ്തു. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കാം എന്നാണ് ധനമന്ത്രി നൽകിയിരിക്കുന്നത്. വളരെ ഊഷ്മളമായ ഒരു കൂടിക്കാഴ്ചയാണ് ഉണ്ടായത് എന്ന് പിന്നീട് എക്സിൽ മുഖ്യമന്ത്രി തന്നെ കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കൊപ്പം ഗവർണർ രാജേന്ദ്ര അർലേക്കറും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ പ്രതിനിധി KV തോമസും ചർച്ചകൾ ഉണ്ടായി. അദ്ദേഹവും വളരെ പോസിറ്റീവ് കൂടിക്കാഴ്ച എന്നാണ് പറഞ്ഞത്. പക്ഷെ അപ്പോഴും കേരളത്തിൽ ഇപ്പോൾ നിരന്തരം ചർച്ചകൾ, ഒപ്പം സമരവും ഒക്കെ തുടരുന്ന ആശാ വർക്കർമാരുടെ വിഷയം ഈ കൂടിക്കാഴ്ചയിൽ പ്രതിപാദിച്ചില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആ തരത്തിൽ കൂടിക്കാഴ്ചയിൽ ചർച്ചകൾ ഉണ്ടാകുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ അത്തരം ചർച്ചകളിലേക്കൊന്നും ഇതിൽ കടന്നില്ല എന്നാണ് വ്യക്തമാകുന്നത്. അനൌദ്യോഗിക കൂടിക്കാഴ്ച മാത്രമാണ് ഉണ്ടായത് എന്ന് പിന്നീട് PRD ഒരു വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഈ കൂടിക്കാഴ്ചയെ വിമർശിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ട് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ രംഗത്ത് വന്നു എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. KC വേണുഗോപാൽ പരിഹസിച്ചത് ട്രംപും മോദിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച പോലെ ആകരുത് ഈ കൂടിക്കാഴ്ച എന്നുള്ളതാണ്. എന്താണെങ്കിലും വലിയ തരത്തിൽ പ്രതീക്ഷകൾ നൽകുന്ന ഒരു കൂടിക്കാഴ്ചയാണ് ഉണ്ടായത് എന്ന് വേണം പറയാൻ. കാരണം ധനമന്ത്രാലയത്തിൽ നിന്നൊക്കെ കേരളത്തിന് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി, വയനാട് പുനരധിവാസം അടക്കമുള്ള വിഷയങ്ങളൊക്കെ കേരളത്തിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകും. സ്വാഭാവികമായും ആ പ്രതീക്ഷ എല്ലാവരും പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. എന്താണെങ്കിലും വളരെ അപൂർവങ്ങളിൽ അപൂർവമായ കൂടിക്കാഴ്ച അത് നല്ല രീതിയിൽ തന്നെ അവസാനിച്ചു. അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാവരുടെയും പ്രതികരണം, പ്രത്യേകിച്ച് ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട പ്രതികരണം, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വന്ന പ്രതികരണങ്ങൾ അത് തീർച്ചയായും വളരെ പ്രയോജനകരമായ കൂടിക്കാഴ്ചയായിരുന്നു എന്നുള്ളതാണ്. അരുൺ, ഓക്കെ, താങ്ക് യു. നോബൽ മാരിക്കാരനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.